ഇടതുമുന്നണി സ്ഥാനത്തിരിക്കാൻ ഇ.പി. ജയരാജൻ അർഹനല്ലെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. നവകേരള സദസ്സ് ദയനീയ പരാജയം. സർക്കാരിന് കൂട്ടുത്തരവാദിത്തമില്ലെന്നും കൗൺസിലിൽ വിമർശനം. തൃശൂർ മേയറെ മാറ്റാൻ കത്ത് നൽകണമെന്നും ആവശ്യം. PSC കോഴ വിവാദത്തിൽ പ്രദീപ് കോട്ടൂളിക്കെതിരെ CPM അന്വേഷണം നടത്തിയേക്കും. കോഴിക്കോട് ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടി CPM. പരാതി ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് സംസ്ഥാന നേതൃത്വം. മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും ജില്ലാ നേതൃത്വം ഗൗരവമായി കണ്ടില്ലെന്നും വിമർശനം. തൃശൂർ മുളങ്കുന്നത്തുകാവിൽ സ്പെയർ പാർട്സ് ഗോഡൌണിലെ തീപിടുത്തത്തിൽ പാലക്കാട് സ്വദേശിയായ യുവാവ് മരിച്ചു. നെന്മാറ സ്വദേശിയായ വെൽഡിംഗ് തൊഴിലാളി ലിബിനാണ് മരിച്ചത്. 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അപകടസ്ഥലത്ത് ഇന്ന് വിശദമായ പരിശോധന നടത്തും. സ്വവർഗ വിവാഹവിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്വവർഗാനുരാഗികളുടെയും നിയമപരമായ അംഗീകാരം പുനഃപരിശോധിക്കണമെന്നും ആവശ്യം. ഹർജികൾ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര സർക്കാരും NTA-യും സുപ്രീം കോടതിയിൽ ഇന്ന് സത്യവാങ്മൂലം സമർപ്പിക്കും. ചോദ്യപേപ്പറിന്റെ അച്ചടിയും വിതരണവും ലോക്കറിൽ സൂക്ഷിച്ചതടക്കമുള്ള വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് നിർദ്ദേശം. CTET പരീക്ഷാ തട്ടിപ്പിൽ ബീഹാറിൽ 31 പേർ പിടിയിൽ. അറസ്റ്റ് ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയത് കണ്ടെത്തിയതിനെ തുടർന്ന്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. കേസ് സിനിമയുടെ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 8 കോടി രൂപ വാങ്ങിയെന്ന സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ. പരിഗണിക്കുന്നത് നടൻ സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ KD പ്രതാപനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ED ഇന്ന് കോടതിയെ സമീപിക്കും. നിക്ഷേപകരിൽ നിന്ന് പിടിച്ചെടുത്ത രൂപ കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നും ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നുമാകും ED കോടതിയിൽ ആവശ്യപ്പെടുക. അറസ്റ്റിലായ പ്രതാപൻ നിലവിൽ റിമാൻഡിൽ. യൂറോകപ്പിൽ ഫൈനൽ ഉറപ്പിച്ച് സ്പെയിൻ. സെമിയിൽ ഫ്രാൻസിനെ 1-2 ഗോളിന് തോൽപ്പിച്ചു. ഗോൾ നേടി യുവതാരം ലാമിൻ യമാലും ഓൽമോയും. ഫ്രാൻസിന്റെ തോൽവി 1 ഗോളിന് മുന്നിൽ നിന്ന ശേഷം. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ഖാൻ യൂനിസിൽ അഭയാർത്ഥികൾക്കായി ഒരുക്കിയ കൂടാരങ്ങളിൽ. ഗാസയിലെ കരയുദ്ധവും ഇസ്രയേൽ ശക്തമാക്കി. ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ഹമാസ്. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാധാന ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പ്. നിലപാട് അറിയിച്ചത് ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ. യൂറോകപ്പ് ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. 2ാം സെമിയിൽ ഇംഗ്ലണ്ടും നെതർലൻഡ്സും നേർക്കുനേർ. മത്സരം ഇന്ന് രാത്രി 12:30. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകൻ. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ചുമതല ഏറ്റെടുക്കും. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ അധ്യായമെന്ന് BCCI. ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരമാവധി ചെയ്യുമെന്ന് ഗൗതം ഗംഭീർ. സിംബാബ്വേക്കെതിരായ 2020 പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യ. സഞ്ജുവും ദുബൈയും യശസ്വിയും ടീമിലെത്തിയേക്കും. 3ാം മത്സരം വൈകിട്ട് 4:30.